രമ്യ, എന്താ ഏട്ടാ? നാളെ എന്റെ കൊലീഗിന്റെ മാരേജ് ഉണ്ട്. നാളെ രാവിലെ തന്നെ പോണം, റെഡിയാക്കണേ. ശരി, പോവാം. നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളത്തെ മാരേജിന് സാരി കെട്ടിക്കോട്ടോ. ശരി ഏട്ടാ. പിന്നെ നീ ഇപ്പോ സാരി കെട്ടാനൊക്കെ പഠിച്ചോ? കഴിഞ്ഞ പ്രാവശ്യം മേലെ വീട്ടിലെ ആന്റി ഇല്ലേ സാരി കെട്ടിപ്പിച്ചത്? നാളെ എങ്ങനെയാ, നീ യൂട്യൂബ് നോക്കി സാരി കെട്ടാൻ പോവാണോ? അല്ല, പക്ഷെ ഞാൻ നാളെ സാരി ഉടുത്തോണ്ടേ വരൂ. നിനക്ക് സാരി കെട്ടാൻ പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെയാ സാരിയിൽ വരിക? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? സാരി ഉടുത്തോണ്ട് വരാന്ന് പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്ത് നോക്ക്. ശരി, കാണാം. രമ്യ, രമ്യേ, വരുന്നു. വാ, സമയായി. എടി, നീ ഇനി റെഡി ആയില്ലേ? കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. രമ്യ, ഇനി സമയമില്ല. ഹലോ ഹലോ മാഡം, ഞാൻ നിങ്ങളുടെ വീടിന് താഴെയുണ്ട് മാഡം. താഴെയുണ്ടോ? അതെ. ഓക്കെ, അവിടെ തന്നെ നിക്കേ. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇവളെങ്ങോട്ടാ പോന്നേ? എവിടെ, നിങ്ങളെ കാണുന്നില്ലല്ലോ. മേളിലെ സെക്കൻഡ് ഫ്ലോർ. ഇങ്ങോട്ട് നോക്ക്. ഓക്കേ മാഡം. മേലോട്ട് എങ്ങനെ വരുന്നേ? അവിടെ ലിഫ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ. ശരി മാഡം. ശരി. ഹായ് മാഡം. വരൂ. എടി രമ്യേ, ആരത്? എന്തിനാ അവനെ വരാൻ പറഞ്ഞേ? ഇദ്ദേഹം ഒരു ഫേമസ് മേക്കപ്പ് ആർട്ടിസ്റ്റാ. സീരിയൽ ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റി, അവർക്കൊക്കെ ഇദ്ദേഹമാണ് അത്ര മേക്കപ്പ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇന്നലെ നിങ്ങൾ ചോദിച്ചില്ലേ കല്യാണത്തിന് സാരി ഉടുത്തോണ്ട് വരാവോന്ന്? എനിക്കാണെ സാരി ഉടുക്കാൻ അറിയില്ല. ഇദ്ദേഹം വളരെ നന്നായിട്ട് ഉടുപ്പിച്ചു തരും. നിനക്ക് സാരി കെട്ടിവിടാൻ ഒരു ആണിനെ വേണം വിളിക്കാൻ? മേളിലാണെങ്കി ഇപ്പൊ ആന്റി ഇല്ലല്ലോ. എനിക്കോ സാരി ഉടുക്കാൻ അറിയില്ല, നിങ്ങൾക്കാണ് ഉടുപ്പിക്കാനും അറിയില്ല. അതിനാ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇദ്ദേഹത്തോട് വരാൻ പറഞ്ഞത്. വളരെ ഫേമസാ. അങ്ങനെയാണെങ്കി ഇവന് കാശ് കൊടുക്കണോ? പിന്നെ കാശ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് ആരെങ്കിലും വരുമോ? എത്രയാ? ജസ്റ്റ് 2000 ഉള്ളൂ. എടി, ഒരു സാരി ഇടാൻ 2000 കൊടുക്കണോ? പുറത്തുള്ളവർക്ക് 3000 രൂപയാണ് വാങ്ങിക്കാറ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഓഫറിൽ 2000 രൂപയ്ക്ക് വന്നതാ. ഒന്ന് ആലോചിച്ചൂടെ, സാരി ഇവൻ തന്നെ കെട്ടിവിടണോ? അയ്യോ, നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത? ഇദ്ദേഹം വലിയ സെലിബ്രിറ്റിയാ. വലിയ സീരിയൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇദ്ദേഹമാണ് ഉടുപ്പിച്ചു കൊടുക്കാറുള്ളത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, എനിക്ക് എല്ലാം അറിയാം. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. നിങ്ങൾ വന്നേ. ശരി. ഞാൻ പറയുന്നതിന് ഒരു വിലയില്ലാതെ പോവാണല്ലോ. വരൂ. എന്താ ഇവള്? ഇവൾക്ക് സാരി കെട്ടണമെങ്കിൽ ആരെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ചൂടെ? ആണുങ്ങളെ വേണോ വിളിക്കാൻ? എന്നെ തലയിലെടുത്ത് ഇവളെ സാരി ഉടുക്കാൻ പറഞ്ഞത് കുറ്റായിപ്പോയല്ലോ. അവസാനം എൻ്റെ അവസ്ഥ എങ്ങനെയായല്ലോ.